മൗര്യ രാജവംശത്തിലെ രാഷ്ട്രീയ ഗുരുവായിരുന്നു ആചാര്യ ചാണക്യൻ. തത്വചിന്താ ഗുരു, രാഷ്ട്രീയ വിദഗ്ധൻ, ധാർമ്മിക നയതന്ത്രജ്ഞൻ എന്നീ നിലകളിൽ പ്രശസ്തനായ വ്യക്തിയാണ് അദ്ദേഹം. ജീവിതം, ബിസിനസ്, സാമൂഹിക ജീവിതം, ധാർമ്മികത, സമ്പദ് വ്യവസ്ഥ തുടങ്ങി നിരവധി കാര്യങ്ങളെക്കുറിച്ച് ചാണക്യൻ തന്റെ ചാണക്യനീതിയിൽ നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചാണക്യനീതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പാലിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതം സന്തോഷകരവും വിജയകരമാവുകയും ചെയ്യുന്നു. ജീവിതത്തിൽ ഒരിക്കലും സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ ആഗ്രഹിക്കാത്തവർ സാമ്പത്തിക വിജയം നേടുന്നതിനായി ചാണക്യന്റെ ചില നിർദ്ദേശങ്ങൾ പാലിക്കണം. ചാണക്യന്റെ ചിന്തകളും തത്വങ്ങളും കൊണ്ട് ഒരു വ്യക്തിക്ക് ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് വിജയത്തിന്റെ പാതയിൽ മുന്നേറാൻ കഴിയും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ചില നയങ്ങൾ ഇതാ. നിങ്ങളുടെ പണം അർഹരായ ആളുകൾക്ക് മാത്രം നൽകുക. അർഹതയില്ലാത്ത ആർക്കും ഒരിക്കലും പണം നൽകരുത് എന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. നിങ്ങൾ ആർക്ക് പണം നൽകിയാലും അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. കൂടാതെ നിങ്ങളുടെ പണം നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും നിങ്ങളുടെ സമ്പത്തിന്റെ വളർച്ച എന്ന് ചാണക്യൻ പറയുന്നു. നിങ്ങൾ ഒരു ജോലി ആരംഭിച്ചു കഴിഞ്ഞാൽ അത് പാതി വഴിയിൽ ഉപേക്ഷിക്കരുത്. പരാജയ ഭയം നിങ്ങളെ കീഴടക്കാൻ അനുവദിക്കരുത്. കഠിനാധ്വാനം ചെയ്യുക, നിങ്ങൾക്ക് തീർച്ചയായും വിജയം ലഭിക്കും. സത്യസന്ധമായി ജോലി ചെയ്യുന്നവരാണ് ഏറ്റവും സന്തോഷമുള്ളവരെന്ന് ചാണക്യൻ പറയുന്നു. നിങ്ങൾ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടില്ല എന്ന് ചാണക്യൻ പറയുന്നു. പണം എപ്പോഴും ശരിയായ രീതിയിൽ സമ്പാദിക്കണം. കാരണം തെറ്റായ രീതിയിൽ സമ്പാദിക്കുന്ന പണം കുറച്ചു സമയത്തേക്ക് മാത്രമേ നിലനിൽക്കൂ. അധാർമിക മാർഗങ്ങളിലൂടെ സമ്പാദിക്കുന്ന പണം വളരെ വേഗം നിങ്ങളുടെ കൈകളിൽ നിന്ന് നശിക്കും. അത്തരം പണത്തിന്റെ ആയുസ് 10 വർഷം മാത്രമാണ്. ഈ 10 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വെള്ളം പോലെ ഒഴുകിപ്പോകും. അതിനാൽ കഠിനാധ്വാനത്തിലൂടെയും സത്യസന്ധതയിലൂടെയും പണം സമ്പാദിക്കണമെന്ന് ചാണക്യൻ പറയുന്നു. അമിത സൗന്ദര്യത്താൽ സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി. അമിതമായ അഹങ്കാരത്താൽ രാവണനെ രാമൻ വധിച്ചു. അമിതമായ ദാനധർമ്മം കാരണം മഹാബലി രാജാവ് പ്രശ്നത്തിലകപ്പെട്ടു. അതിനാൽ എന്തിലും അധികമായാൽ അത് ദോഷമാണ്. അമിതമായി എന്തെങ്കിലും ആഗ്രഹിക്കുന്നത് ഒഴിവാക്കുക. ഇതുമൂലം ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നേക്കുമെന്ന് ചാണക്യൻ പറയുന്നു. നിങ്ങളുടെ ആസ്തി ആരോടും പറയരുത്. ഭാവിയിൽ എന്തെങ്കിലും ഇടപാട് മൂലം നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ അത് ആരോടും പറയരുത്. നിങ്ങളോട് എത്ര അടുപ്പം പുലർത്തുന്നവരായാൽ പോലും ഈ കാര്യങ്ങൾ എപ്പോഴും രഹസ്യമായി സൂക്ഷിക്കണമെന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യനീതി അനുസരിച്ച് കഠിനാധ്വാനവും അർപ്പണബോധവും ഒരുവനെ പണം സമ്പാദിക്കുന്നതിൽ വിജയത്തിലേക്ക് നയിക്കുന്നു. അത്തരം കഠിനാധ്വാനികൾക്ക് ജീവിതത്തിൽ ഒരിക്കലും പണത്തിനും സന്തോഷത്തിനും സ്വത്തിനും ഒരു കുറവും ഉണ്ടാകില്ല. ഒരു വ്യക്തി പണവും സമ്പത്തും കൊണ്ട് സമ്പന്നനാകുന്നത് അവന്റെ നല്ല ഗുണങ്ങൾ കൊണ്ടാണെന്ന് ചാണക്യൻ പറയുന്നു. ഒരു ജോലി ആരംഭിക്കുന്നതിന് മുമ്പ് സ്വയം 3 ചോദ്യങ്ങൾ ചോദിക്കുക. എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്? അത് എന്ത് ഫലം നൽകും? അതിൽ ഞാൻ വിജയിക്കുമോ? നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുകയും ഈ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം കണ്ടെത്തുകയും ചെയ്താൽ മാത്രം ആ ജോലിയുമായി മുന്നോട്ട് പോകുക. ലക്ഷ്യമില്ലാതെ ചെയ്യുന്ന ജോലികൾ നിങ്ങൾക്ക് ഒരിക്കലും വിജയിക്കാനാവില്ല. ചാണക്യന്റെ ഇത്തരം നയങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ ജീവിത വിജയം സുനിശ്ചിതമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി.